Learn it like a kid. എൻ്റെ പേരാണ് പ്രൊഫസർ തോമസ്. ഇതാണ് എൻ്റെ ലബോറട്ടറി. ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. Good morning, Manu. ഗുഡ് മോർണിംഗ് രാജു. എൻ്റെ പേര് രാജു. ഇതാണ് എൻ്റെ വീട്. എൻ്റെ പേര് മനു. ഞാൻ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഹായ് രാജു, നോക്ക്, അതാ ഒരു വിമാനം. വരൂ, നമുക്കതിനെ പിന്തുടരാം. ശരിയാ, വേഗം വിട്ടോ. അമ്മേ, ഓ മനു, നിനക്ക് വല്ലതും പറ്റിയോ? പ്രൊഫസർ, ഞങ്ങൾ ആ വിമാനത്തെ പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നു. വിമാനമോ? സൈക്കിളിലോ? എന്താ കുട്ടികളെ? വാ, എൻ്റെ കൂടെ വാ. മനു, ഇങ്ങനെയുണ്ട് എൻ്റെ ലബോറട്ടറി. വാവ്, അടിപൊളി ലബോറട്ടറി. അപ്പോൾ നിങ്ങൾ വിമാനത്തെ പിന്തുടരുകയായിരുന്നു, അതും സൈക്കിളിൽ. വിമാനം എങ്ങനെ പറക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അതാ വരുന്നു നമ്മുടെ വിമാനം. നമുക്ക് കുറച്ച് അടുത്ത് പോയി വിശദമായി പഠിക്കാം. അലൂമിനിയം എന്ന ലോഹം കൊണ്ടാണ് വിമാനത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നിർമ്മിക്കുന്നത്. അലൂമിനിയം ദൃഢതയുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ ഒരു ലോഹമാണ്. വായുവിലൂടെ അനായാസം നീങ്ങാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് വിമാനത്തിൻ്റെ ഘടന. ഇതിനെ എയറോഡൈനാമിക് ഘടന എന്ന് പറയുന്നു. വിമാനത്തിൻ്റെ ഘടനയെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. വിമാനത്തിൻ്റെ മുൻഭാഗത്തെ കോക്പിറ്റ് എന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നത്. യാത്രക്കാർ ഇരിക്കുന്ന വിമാനത്തിൻ്റെ മധ്യഭാഗത്തെ ഫ്യൂസിലാജ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ പിൻഭാഗത്തെ ടെയിൽ എന്ന് പറയുന്നു. വിമാനത്തിൻ്റെ മധ്യഭാഗത്തായി ഇരുവശങ്ങളിലും വിമാനത്തിൻ്റെ ചിറക് അഥവാ വിങ്സ് ഘടിപ്പിച്ചിരിക്കുന്നു. വിമാനത്തിൻ്റെ ഇന്ധനം ചിറകുകളിലാണ് സംഭരിക്കുന്നത്. ചിറകുകളുടെ താഴെയായി വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. വിമാനത്തിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഗതി അഥവാ ലിഫ്റ്റ് നിയന്ത്രിക്കുന്നതും അതുവഴി വിമാനത്തിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും സുഗമമാക്കുന്നതും ഫ്ലാപ്സ് സഹായിക്കുന്നു. വിമാനത്തിൻ്റെ വശങ്ങളിലേക്കുള്ള ചെരിവ് നിയന്ത്രിക്കുന്നത് എലിറോൺസ് ഉപയോഗിച്ചാണ്. വിമാനത്തിനെ വശങ്ങളിലേക്ക് തിരിയാനും ഗതി വ്യതിയാനം വരുത്താനും റഡർ സഹായിക്കുന്നു. വിമാനത്തിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചെരിവ് നിയന്ത്രിക്കാൻ എലിവേറ്റേഴ്സ് സഹായിക്കുന്നു. ഇനി നമുക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വിമാനത്തിൻ്റെ എൻജിൻ വേഗത കൂട്ടുന്നു. പിന്നെ പൈലറ്റ് ഫ്ലാപ്സ് പ്രവർത്തിപ്പിക്കുന്നു. അതിനുശേഷം എലിവേറ്റേഴ്സ് മുകളിലേക്ക് തിരിക്കുന്നു. അങ്ങനെ വിമാനം മുകളിലേക്ക് പൊങ്ങുന്നു. ഇനി നമുക്ക് ഇത് വിമാനത്തിൻ്റെ മറ്റൊരു ദിശയിൽ നിന്ന് വീക്ഷിക്കാം.
എഞ്ചിൻ്റെ വേഗത കൂടുന്നു. ഫ്ലാപ്സും സ്ലാറ്റ്സും പ്രവർത്തിക്കുന്നു. എലിവേറ്റേഴ്സ് മുകളിലേക്ക് തിരിക്കുന്നു. വിമാനം മുകളിലേക്ക് ഉയരുന്നു. ഫ്ലാപ്സ് പിൻവലിക്കുന്നു. വിമാനത്തിൻ്റെ എഞ്ചിൻ ബ്ലേഡുകൾ കറങ്ങുമ്പോൾ മുൻപിൽ നിന്നും വായു വലിച്ചെടുക്കുകയും ഇത് വിമാനത്തിൻ്റെ ഇന്ധനവുമായി ചേർന്ന് ജ്വലിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള മിശ്രിതം എഞ്ചിൻ്റെ പിൻഭാഗത്തുകൂടി പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഇതിൻ്റെ ഫലമായി എതിർദിശയിലേക്ക് ഒരു ത്രസ്റ്റ് രൂപപ്പെടുന്നു. മുന്നോട്ട് കുതിക്കുന്ന വിമാനത്തിൻ്റെ ചിറകുകളുടെ മുകളിലൂടെയും താഴെക്കൂടിയും കാറ്റ് അതിശക്തമായി നീങ്ങുന്നു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ ചിറകുകൾ വായുവിനെ താഴേക്ക് തള്ളുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസത്തിൻ്റെ ഭാഗമായി മുകളിലേക്ക് ഒരു ലിഫ്റ്റ് രൂപപ്പെടുന്നു. ഫ്ലാപ്സ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ലിഫ്റ്റ് കൂടുകയും എലിവേറ്റേഴ്സ് പ്രവർത്തിപ്പിക്കുമ്പോൾ വിമാനം ചെരിയുകയും അതിൻ്റെ ചിറകുകൾ വായുവിന് കൂടുതൽ പ്രതിബിംബമായി വരികയും അങ്ങനെ വിമാനം മുകളിലേക്ക് ഉയരാനുള്ള ലിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് വിമാനത്തിൻ്റെ ഫ്ലാപ്സും സ്ലാറ്റ്സും പിൻവലിക്കുകയും എലിവേറ്റേഴ്സ് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ലിഫ്റ്റ് സാധാരണഗതിയിലാവുകയും വിമാനം ഒരേ ഉയരത്തിൽ തന്നെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട പ്രവർത്തനങ്ങളെല്ലാം എതിർക്രമത്തിൽ ചെയ്താൽ വിമാനത്തിൻ്റെ ലാൻഡിംഗ് സംഭവിക്കുന്നു. ആദ്യം എലിവേറ്റേഴ്സ് താഴേക്ക് ചിരിക്കുന്നു. പിന്നീട് ഫ്ലാപ്സ് പ്രവർത്തിപ്പിക്കുന്നു. ലാൻഡിംഗ് ഗിയേഴ്സ് താഴ്ത്തുന്നു. അങ്ങനെ വിമാനം ഭൂമിയിൽ ടച്ച് ഡൗൺ ചെയ്യുന്നു. ഉടൻ തന്നെ പൈലറ്റ് വിമാനത്തിൻ്റെ എൻജിൻ സ്പീഡ് കുറയ്ക്കുന്നു. പിന്നീട് സ്പോയിലേഴ്സ് പ്രവർത്തിപ്പിച്ച് വീണ്ടും വേഗത കുറയ്ക്കുന്നു. അങ്ങനെ വിമാനം നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ വിമാനം എങ്ങനെയാണ് പറക്കുന്നതെന്ന്? ശരി കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാരണം മറ്റൊരു കഥയുമായി ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അതുവരെ ബൈ ബൈ. ബൈ ബൈ.